ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ ഞങ്ങളുടെ ഒരു ട്രാവൽ വ്ലോഗ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലോട്ട് വരുന്നതിൻ്റെ. അപ്പോൾ അതേ വ്ലോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. രാവിലെയാണ് സമയം. സോ ഇതാണ് എൻ്റെ ബോർഡിംഗ് പാസ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. അമ്പാടിച്ചനാണെങ്കിൽ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഒരു ഏരിയയിൽ 3 പേർക്കെല്ലാം ഇരിക്കാൻ പറ്റും, 3 സീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ അപ്പുറത്തെ സെക്ഷനിലെ ഒരു സീറ്റിൽ പോയിരുന്നു. അവൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല, അതിൻ്റെ വിഷമമാണ്. എന്നോട് അപ്പുറത്തും ഇരിക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ പോവില്ല എന്ന് നൈസായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ടിരുന്ന് വിങ്ങി പൊട്ടുന്ന അമ്പാടിച്ചനാണ് നിങ്ങളിവിടെ കാണുന്നത് ഗൈസ്. വിങ്ങി പൊട്ടുകയാണ്. അപ്പോൾ ഞാനതിന് ഒട്ടും ഉറങ്ങിയിട്ടില്ല. 3 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയത്തിനകം ഞാൻ ഉറങ്ങും. അതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോസൊന്നും ഉണ്ടാവില്ല. സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് അറിയാം, കാരണം ഇത് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല പനിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു. ഇനി ഞാൻ അമ്പാടിച്ച് ഉറങ്ങുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാനും ഉറങ്ങുമായിരുന്നു. ഞാൻ ഉണർന്നപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ്. ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം നാട്ടിൽ 10 മണിയായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ വാഷ്റൂം. ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഏരിയ, ഇവിടെ വേസ്റ്റ് കളയാനുള്ളതും, ഇവിടെ ക്ലോസറ്റിൽ ഇങ്ങനെ ടോയ്ലറ്റ് പേപ്പറാണ്, അതിങ്ങനെ വിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇരിക്കാം. അത് ഫ്ലഷ്, ആ ഒരു വലിയ സാധനം, ഭൂമി പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ശബ്ദം വരുന്ന സാധനം. ഇവിടെ ടിഷ്യൂ ആണ്. ഇതൊരു മിറർ. ഈ ഒരു സാധനം ഇങ്ങനെ പിടിച്ചാക്കിയാൽ ഫ്ലൈറ്റിനകത്ത് ലൈറ്റ് വരത്തുള്ളൂ. ശബ്ദം കേൾപ്പിച്ചു തരാം കേട്ടോ. വീഡിയോയിൽ കേൾക്കുമ്പോൾ സൗണ്ട് കുറവായിരിക്കും, പക്ഷേ റിയലി ഭയങ്കര ശബ്ദമാണ് ഇത് ഫ്ലഷ് ചെയ്യുമ്പോൾ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ചെവി വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. ഞാൻ KGയിലൊക്കെ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് എനിക്ക് ഞാൻ നാട്ടിൽ പോയപ്പോൾ ചെവി വേദനയോ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഒക്കെ ചെവി വേദന ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വലുതായതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യായിരുന്നു. ഞാനിന്ന് കരയുമായിരുന്നു. സോ നമ്മുടെ ലഗേജസ് ഇവിടെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. നല്ല ചെവി വേദന കാരണം ലാൻഡ് ചെയ്തതോ ഞാൻ അറിഞ്ഞില്ല. പക്ഷെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. ചെവി വേദന എടുക്കുന്നു, ഒന്നും കേൾക്കുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നതൊക്കെ ഞാൻ ഒപ്പിച്ചൊപ്പിച്ചാണ് കേട്ടത് തന്നെ. എനിക്കൊന്നും വ്യക്തമാവുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ചെവി ഊതി അടച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആണോ എന്നറിയില്ല, ഞാൻ സംസാരിക്കുന്നത് വളരെ പതുക്കെയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പേ പറയാനായിട്ടൊരു സ്ലോട്ട് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ത് നല്ല രസമല്ലേ, സൈഡിലൊക്കെ പർപ്പിൾ കളറ് ലൈറ്റ്, പിന്നെ കുറേ പെബിൾസ് ഒക്കെ ആയിട്ട്, വലിയ കല്ലും ചെറിയ കല്ലും ഒക്കെ ആയിട്ട് കുറേ കിടക്കുന്നു. പിന്നെ ലൈറ്റ്സ്, ഡെക്കറേഷൻസ്, എന്ത് രസമാണെന്നറിയോ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ചെക്കിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി ബാഗേജസ് കളക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഈ വെൽക്കം ടു മസ്കറ്റ് എന്ന് എഴുതിയേക്കുന്നത്, അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ചെക്കിങ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് ചെക്കിങ് കഴിഞ്ഞെന്ന് പറഞ്ഞത്. അങ്ങനെ ഫൈനലി 1.5 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ച് മസ്കറ്റിൽ കാലിൽ കുത്തിയിരിക്കുന്നു ഗൈസ്. നല്ല രസമുണ്ടല്ലേ വെള്ളം കാണാൻ. സോ എനിവേസ്, നല്ല സൂപ്പർ ജേർണി ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ടും എന്നുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ, അമ്മാതിരി തുള്ളിച്ചാടിയാണ് ഞാൻ പോയത്. ഇനി എനിക്ക് വല്ലതും തിന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, അത്രയ്ക്ക് ക്ഷീണമായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ ശബ്ദമായിരുന്നു പുറത്ത്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, സീരിയസ്ലി ഒരു ശബ്ദവും ഇല്ല. പ്രകൃതിയുടെ കാറ്റിൻ്റെ ശബ്ദവും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ വണ്ടികളുടെ ശബ്ദവും അത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായി. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 1.5 ആഴ്ച മുമ്പ് ഈ സമയം ഞാൻ ഫുഡ് കോർട്ടിലിരിക്കുകയായിരുന്നു. ഇവിടെ നടക്കുന്നു. 200 സിനിമയിൽ പറയുന്ന പോലെ ആയി ഇല്ല, കാനഡ ഇറങ്ങുമ്പോൾ അതുപോലെ നമ്മൾ ടാക്സി വിളിച്ചാൽ ബസ് വിളിച്ചാൽ
ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നഷ്ടം. ബിക്കോസ് സ്റ്റേഷനിൽ നിന്ന് അടുത്താണ് നമ്മുടെ വീടെങ്കിലും അവിടം വരെ ഇറക്കിയിട്ട് ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ ടാക്സിക്ക് പിന്നെയും കൊടുക്കണം പൈസ. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ലാഭം, പ്യുവർ ലാഭം. ഞാനത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അൽമൂജ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പണ്ട് മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൈലൻസാണ്. ഞാൻ അച്ഛൻ്റെ കൂടെ അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര സൈലൻസ് ആയിരുന്നു. റെസിഡൻഷ്യൽ ഏരിയ എന്ന് വെച്ചാൽ അവിടെ പുറത്തുനിന്ന് ഒരാൾക്ക് കയറാൻ ഒക്കത്തില്ല, പെർമിഷനോട് കൂടി കയറാൻ പറ്റും. അപ്പോൾ അച്ഛൻ എന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഒരാളുടെ പെർമിഷൻ എടുത്തിട്ട് ഒരാവശ്യത്തിന്. അവിടെ ഭയങ്കര സൈലൻസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോയി നിൽക്കാൻ. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഡബ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ പറയുക, കാറ്റിൻ്റെ ശബ്ദവും ഒക്കെ ആയിട്ട് ഞാൻ പറയുന്നതോ വ്യക്തമല്ല. ഞാനിങ്ങനെ ഉറങ്ങി പറയുക, അതുകൊണ്ടത് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വീണ്ടും പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തല കുനിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, ചെവി വേദന കാരണം. പിന്നെ ഞാൻ തലയൊന്ന് പൊക്കി വെക്കുമ്പോഴത്തേക്ക് ഞാനവിടെ എന്നൊരു അവസ്ഥയിലായി. കാരണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഇനി 2-3 സെക്കൻഡ്സും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ തല പൊക്കി ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലാൻഡ് ചെയ്തു പോലും പറഞ്ഞില്ല. ഞാൻ കുറച്ച് നേരം കൂടെ അങ്ങനെ ഇരുന്നെങ്കിൽ ലാൻഡ് ചെയ്തിട്ട് ആയിരിക്കും ഞാൻ ഉണർന്നിട്ടുണ്ടാവുക, അല്ല ലൈക്ക് എണീറ്റിട്ടുണ്ടാവുക. ഒരു സൈലൻസ് ഉണ്ട് ഇവിടെ, ഒടുക്കത്തെ സൈലൻസ് ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് വൈ ഐ ലവ് ഒമാൻ. അത്ര ബ്യൂട്ടിഫുള്ളാണ്. കാര്യം ചൂടൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് സോ നൈസ്. നല്ല മണം. അയ്യ, എനിക്കെവിടെയെങ്കിലും ചെന്ന് കിടന്നാൽ മതി. ഫ്ലൈറ്റിൽ കിടന്നുറങ്ങിയിട്ട് ശരിയായില്ല. നമ്മുടെ ലഗേജാണ് മുന്നിൽ പോകുന്നത്. ആ 2 പേര് കൊണ്ടുവന്ന് നമ്മുടെ ലഗേജാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ, ഇതേ കേട്ടോളൂ. ഗൈസ്, എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്നതിൽ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പോയി കിടന്നാൽ മതി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.